ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം. അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവേലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നബോധം പുറപ്പെടുകെ വരും. നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമാമൂലം ഹതിപ്രദം. ദക്ഷിണനേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുൻപും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാവാനരന്മാരെ നിയോഗിക്ക രംഭപ്രമാധി പ്രമുഖരായുള്ളവർ. മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറെ മൽപിൻവേ സുമിത്രാത്മജനങ്കദോപരി. സുഗ്രീവനെന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലിശൂലി സമാനനാമൈന്ദൻ വിവിധനും. പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും. ചൊല്ലുള്ള വാനരനായകന്മാരോടു ചൊല്ലുവാനാവതല്ലേതൊരു സൈന്യവും. കൂടി പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കെടോ. യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും. ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ജയം. രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്ഥയാ വേഗാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർധി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയുമോടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കപികുലം. ദക്ഷിണ സിന്ധുതൻ ഉത്തരതീരവും പൊക്കു മഹേന്ദ്രാചലാന്തികേ മേവിനാർ. മാരുതി തന്നുടെ കണ്ഠദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും. താരേയ കണ്ഠമമർന്ന സൗമിത്രിയും പാരിലിരിഞ്ഞു വണങ്ങിനാനഗ്രജം.
ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിതാശുനാ വാരിയുമൂത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാനിധിയെ കടപ്പാനുപായവും വീരരായുള്ളവർ ഒന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്ക വേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാൻ പർവതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മനസേ ഭീതി കലർന്നു മരുവിനാർ നക്രചക്രൗഘ ഭയങ്കരമെത്രയുമുഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നത തരംഗാഠ്യമഗാധമിതുത്തരണം ചെയ്വതിന്നരുതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കപികളും അന്ധബുദ്ധ്യാ രാമപാർശ്വേ മരുവിനാർ ചന്ദ്രനും അപ്പോളുദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖഹർഷഭയക്രോധലോഭാദികൾ സൗഖ്യമതമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിദാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം കിം പരമാത്മനി സൗഖ്യദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ സംപ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരാത്മാ പരൻ കുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥാ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെയോർത്താൽ അബുധന്മാരുടെ മതം. രാവണാദികളുടെ ആലോചന. അക്കഥനേക ദശരഥപുത്രരുമർക്കാത്മജാതികളായ കപികളും വാരാനിധിക്കു വടക്കേ കരവന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടു മന്ത്രനികേതനം പൊക്കിരുന്നിടിനാൻ. ആദിതേയാസുരേന്ദ്രാദികൾക്കു മരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമല്ലോ.
ആർക്കും കടക്കരുതാതൊരു ലങ്കയിലു കോടുവന്നകം പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുപവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിലെത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ധിതന്നുത്തരതീരെ മരുകുന്നു. കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തേ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രി വിശാരദന്മാർ നിങ്ങളെന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങളെന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം. ഉത്തമം മധ്യമം പിന്നേതധമവുമിത്തം ത്രിവിധമായുള്ളൂ വിചാരവും. സാധ്യമിതം ഇതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മനസ്സേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ. തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്നീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിപ്പതുത്തമം. പിന്നെ രണ്ടാമതോ മധ്യമം ചൊല്ലുവൻ. ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിതെന്നൈക്യമത്യമായേവരുമുള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതു മധ്യമമായുള്ള മന്ത്രമതെന്നിയേ. ചിത്താഭിമാനേന താൻ താൻ പറഞ്ഞതു സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞിഷയാ കാലുഷ്യചേതസാ കൽപ്പിച്ചു കൂടാതെ. കാലവും ദീർഘമായിടും പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ നധമതെത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളവിംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ. നന്നു നന്നെത്രയുമോർത്തോളമുള്ളിലിതിന്നൊരു കാര്യവിചാരമുണ്ടായതും. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലമെന്തു ഭവിച്ചതു മാനസേ. മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതുമെത്രയുമദ്ഭുതം. വൃത്രാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ പത്തനേ സത്വരം. വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാമേഘനിനാദനതോർക്കനീ. വിത്തേശനെ പുരായുദ്ധമധ്യേ ഭവാൻ ജിത്വാ ജിതശ്രമം പോരും ദശാന്തരേ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അദ്ഭുതമെത്രയുമോർത്തു കണ്ടോളവും.
കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ? കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവൂ. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൾ ജയിച്ചിലയോ ഭവാൻ? മറ്റുള്ള ദേവകളെ പറയണമോ? പറ്റലരാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയനാ മഹാസുരൻ പേടിച്ചു കന്യകാരക്തത്തെ നൽകിലയോ തവ? ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു, മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലിടമോ? കൈലാസ ശൈലമിളക്കിയെടുത്തുടനാലോലമമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ? മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിലെ? ത്രൈലോക്യവാസികളെല്ലാം ഭവദ്ബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാ. നാം ഒന്നുപേക്ഷിക്ക കാരണാലേതുമൊരാമയമെന്നിയേ പൊയ്ക്കൊണ്ടതുമവൻ. ഞങ്ങളാരാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. യുദ്ധം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മനമോടിന്നിനി ഞങ്ങളിലേകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ? മാനുഷജാതികളില്ല ലോകത്തിങ്കൽ, വാനരജാതിയുമില്ലെന്നതും വരും. ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും എത്രയും പാരമിളപ്പം നമുക്കതു മുൾത്താരിലോർത്തരുളേണം ജഗത്പ്രഭോ. നക്തഞ്ചരവരരിത്തം പറഞ്ഞളവുൽ താപമൊട്ടു കുറഞ്ഞു ദശാസ്യൻ. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ, ഹനുമാൻ ലങ്കയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടഥ അതിനുശേഷം സഞ്ജാത കൗതുകം സംഭാവ്യ, ഉണ്ടായ കൗതുകത്തെ അങ്ങനെ തന്നെ ഭവിച്ചു, അങ്ങനെ അതിനെ മാനിച്ചുകൊണ്ട് സാദരം അഞ്ജസ സുഗ്രീവനോട് അരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ താമരക്കണ്ണനായ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം. അപ്പോൾ മുഹൂർത്തമൊക്കെ ഭഗവാന് നല്ല തിട്ടമാണ്. ഇത് മുഹൂർത്തകാലമായിരിക്കുന്നു, അതായത് ഈ സമയത്ത് ഇറങ്ങിയാൽ കാര്യം ശുഭകരമായിരിക്കും. പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേ വരൂ, എല്ലാവരും സൈന്യസമേതം നമുക്ക് പുറപ്പെടാം. നക്ഷത്രം ഉത്രമതും വിജയപ്രദം. ഇപ്പോൾ ഉത്രം നക്ഷത്രമാണ്, അത് വിജയപ്രദമാണ്. ഇവിടെ സീതാദേവിയുടെ നക്ഷത്രമാണത്രേ ഉത്രം. അങ്ങനെ ആരാണോ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ബന്ധനസ്ഥരായിരിക്കുന്നത് അവരുടെ ജന്മനക്ഷത്രത്തിന് ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമം നടന്നാൽ അത് ഉത്തമമാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു ശാസ്ത്രം അങ്ങനെ പറയുന്നു. അപ്പോൾ ഇവിടെ അതാണ് ശ്രീരാമചന്ദ്രൻ പറയുന്നത്, ഇന്ന് ഉത്രം നക്ഷത്രമാണ്, അതും വിജയപ്രദം. രക്ഷോജൻ ഋക്ഷമാം മൂലം ഹതിപ്രദം. ഋക്ഷം എന്നാൽ നക്ഷത്രം എന്നർത്ഥം. അപ്പോൾ ആരെയാണോ രക്ഷിക്കേണ്ടത് അവരുടെ നക്ഷത്രം വരുന്ന അന്ന് കാര്യം തുടങ്ങിയാൽ അത് വിജയപ്രദമാണ്. ദക്ഷിണനേത്ര സ്ഫുരണവുമുണ്ട് മേ, എൻ്റെ വലത്തെ കണ്ണ് സ്ഫുരണം എന്നാൽ അവിടെ തുടിക്കുന്നുണ്ട്. അങ്ങനെ എങ്കിൽ മേ ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം. അപ്പോൾ പുരുഷന്മാർക്ക് വലത്തെ കണ്ണ് തുടിക്കുന്നത് നല്ല ലക്ഷണമാണ്.
ഇനി സൈന്യമൊക്കെ ആരാലൊക്കെ പരിപാലിക്കണമെന്ന് പറയുകയാണ്, നിർദ്ദേശം കൊടുക്കുകയാണ്. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുൻപും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്കാം. അപ്പോൾ ഇതിനി നീലന്റെ ഉത്തരവാദിത്തമാണ്. കൂട്ടത്തിൽ ഏറ്റവും ബലവാന്മാരായിട്ടുള്ള ആളുകളെ മുൻഭാഗത്ത്, പിന്നെ നടുഭാഗത്ത്, ഇരുഭാഗത്തും അതുപോലെ പിൻഭാഗത്ത് ഇങ്ങനെയൊക്കെ പരിപാലിച്ചു കൊള്ളണം. കാരണം രാവണന്റെ ചാരന്മാർ എല്ലായിടത്തുമുണ്ട്. മാരുതി ഇങ്ങനെയൊരു കാര്യം ചെയ്തു വന്നതിന് ശേഷം ചാരന്മാർ അവരുടെ ജോലി തുടങ്ങിക്കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് അവരുടെ ആക്രമവും ഏത് നിമിഷവും പ്രതീക്ഷിക്കണം. അതിനായിട്ടാണ് ഇപ്പോഴേ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. രംഭ പ്രമാധി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി. അവിടെ ഏറ്റവും മുൻപിലായിട്ട് മാരുതിയുടെ, ഹനുമാന്റെ തോളിലേറിയിട്ട് ഞാനിരിക്കും. ശ്രീരാമചന്ദ്രൻ പറയുകയാണ്. ഇനി മൽ പിൻപേ, എനിക്ക് തൊട്ടുപുറകിലായിട്ട് സുമിത്രാത്മജൻ അംഗദ ഉപരി, അംഗദന്റെ തോളിലേറി സുമിത്രാത്മജൻ നടക്കണം. സുഗ്രീവൻ എന്നെ പിരിയാതരികവേ, ഞങ്ങളുടെ തൊട്ടടുത്തായിട്ട് ആ രീതിയിൽ തന്നെ സുഗ്രീവനും ഞങ്ങളുടെ കൂടെ നടക്കണം. ഇങ്ങനെ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ബലി, ശൂലി സമാനൻ, ശൂലി ശിവൻ, ശിവന് തുല്യം ശക്തിയുള്ള മൈന്ദൻ വിവിധനും, പങ്കജ സംഭവ സൂനു, ബ്രഹ്മാവിന്റെ മകനായിട്ടുള്ള ജാമ്പവാനും, സുഷേണനും, തുങ്കൻ, നളനും, ശതബലി, താരനും, ചൊല്ലുള്ള വാനരനായകന്മാരോട് ചൊല്ലുവാനാവതല്ലേതൊരു സൈന്യവും കൂടി പുറപ്പെടുകേതുമേ വൈകരുത്, ആടലുണ്ടാകരുതാ ആർക്കും വഴിക്കെടോ. ഞാനിനി കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ഈ വലിയ സൈന്യം നമ്മളിനി പുറപ്പെടുക തന്നെ, എല്ലാവരും കൂടിച്ചേർന്ന് ഒരാൾ മറ്റൊരാളെ സംരക്ഷിക്കുന്ന രീതിയിൽ അങ്ങനെ പോകണം. വൈകരുത്, ആർക്കും ഇടയിൽ ഒരു ആടൽ, ബുദ്ധിമുട്ട് ഉണ്ടാകരുത്. യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. അങ്ങനെ ഏകദേശം മധ്യത്തിലായിട്ടാണ് ഹനുമാന്റെ കണ്ഠത്തിലേറിയിട്ട് രാഘവനും അംഗദന്റെ കണ്ഠത്തിലേറി സൗമിത്രിയും നടക്കുന്നത്. അപ്പോൾ ഇവരെ കുറിച്ച് പറയുകയാണ്. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും, ആ നക്ഷത്രമണ്ഡലത്തിൽ ഇരിക്കുന്ന ചന്ദ്രനും സൂര്യനും പോലെ, ആകാശമാർഗെ വിളങ്ങുന്നത് പോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ച് കളിച്ച് പുളച്ച് ലോകാർത്തി തീർത്തിയിടുവാൻ, ഈ ലോകത്തിന്റെ ദുഃഖം തീർക്കാൻ വേണ്ടിയിട്ട് മർക്കട സഞ്ചയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്ഥയ, നല്ല താല്പര്യത്തോടെ ആ യുദ്ധം ചെയ്യാനുള്ള ആവേശത്താൽ വേഗാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർധി സമുദ്രം നടന്നങ്ങടുക്കുന്നത് പോലെ, അവിടെ ഒരു ഉപമയാണ്. രാത്രി നിറഞ്ഞു പരന്ന ആ സമുദ്രം മെല്ലെ നടന്നടുക്കുന്നത് പോലെയാണ് ഈ വാനര സൈന്യത്തെ ദൂരെ നിന്ന് കാണുമ്പോൾ. സമുദ്രം ഇങ്ങനെ ആർത്തിരമ്പി വരുന്നത് പോലെയാണ്. ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കുകയും, നേരത്തെ മാരുതിയും കൂട്ടരും സീതാന്വേഷണത്തിനായിട്ട് വന്ന അതേ വഴി തന്നെയാണ് വീണ്ടും വരുന്നത്. അപ്പോൾ ആ കാടൊക്കെ ഇവർക്ക് പരിചയമായി. അവിടെ എവിടെയാണ് നല്ല ഫലങ്ങൾ കിട്ടുക എല്ലാം പരിചയമാണ്. അങ്ങനെ ചാടി ഓടി കാണുന്ന വനങ്ങളിലൊക്കെ തേടി പക്വഫലങ്ങൾ ഇതൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ശൈല വന നദീജാലങ്ങൾ പിന്നിട്ട്, പർവ്വതങ്ങളും വനങ്ങളും നദികളും ഒക്കെ പിന്നിട്ട് ശൈലശരീരകളായ കപികുലം, പർവ്വതാകാരികളായിട്ടുള്ള ആ വാനരകുലം, ദക്ഷിണ സിന്ധു തന്നെ ഉത്തരതീരവും, തെക്കുഭാഗത്തുള്ള സമുദ്രത്തിന്റെ വടക്കുഭാഗത്തായിട്ട്, അതായത് സമുദ്രത്തിന്റെ വടക്കുഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. പൊക്കു മഹേന്ദ്രാജല അന്തികെ, മഹേന്ദ്ര പർവ്വതത്തിന്റെ അടുത്ത് മേവിനാർ.
മാരുതി തന്നെ കണ്ഠദേശേ നിന്ന് പാരിലിറങ്ങി രഘുകുലനാഥനും. അങ്ങനെ അവിടെ എത്തിയപ്പോൾ മാരുതിയുടെ ചുമലിൽ നിന്ന് ഭഗവാൻ താഴെ ഇറങ്ങി. താരേയ കണ്ഠം അമർന്ന, താരേയനായ അംഗദന്റെ തോളിൽ ഇരുന്ന സൗമിത്രിയും പാരിൽ ഇറങ്ങി വണങ്ങിനാൻ അഗ്രജം, ജ്യേഷ്ഠനെ വണങ്ങി. ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചതപ്പോൾ ഏകദേശം സന്ധ്യയാവാറായി, സൂര്യൻ അസ്തമിക്കാറാകുന്നു. അങ്ങനെ അസ്തമിച്ചപ്പോൾ നൃപാധിപൻ ശ്രീരാമചന്ദ്രൻ സൂര്യാത്മജനോട് അരുൾ ചെയ്തിതാശു നാം വാരിയുമൂത്ത്, അതായത് നദിയിൽ എന്ന് വെച്ചാൽ അവിടെ സമുദ്രത്തിൽ തന്നെ ചെറിയൊരു കുളം പോലെ അതിനടുത്തൊക്കെ ആയിട്ട് ഉണ്ടാകും കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്ത് വാരാനിധിയെ കടപ്പാൻ, ഈ സമുദ്രത്തെ കടപ്പാൻ ഉപായവും വീരരായുള്ളവരൊന്നിച്ച് മന്ത്രിക്കുക എന്നാൽ കാര്യാലോചന നടത്തുക. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് ആലോചിക്കണം, എന്നിട്ട് പാരാതെ കൽപ്പിക്കുക, ഒരു തീരുമാനത്തിൽ എത്രയും പെട്ടെന്ന് എത്തണം വേണം ഇനിയുടൻ. എന്നിട്ട് പറയുകയാണ്, രാത്രി ആവാറായി, വാനര സൈന്യത്തെ രക്ഷിച്ചുകൊള്ളേണം. അതായത് സേനാധിപന്മാരല്ലാത്ത വാനര സൈന്യത്തെ സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ, കൃഷാനു എന്നാൽ അഗ്നിയുടെ മകനായ നീലനോട് പറയുകയാണ്, സേനാധിപന്മാർ അവരൊക്കെയാണ് സേനാധിപന്മാർ, മറ്റുള്ള വാനര സൈന്യത്തെ നന്നായി രക്ഷിക്കണം. രാത്രിയാവുന്നു, കാരണം രാത്രിയിൽ മായാവിശാരദന്മാരായ, മായാപ്രയോഗത്തിൽ സമർത്ഥരായ രാത്രിഞ്ചരന്മാർ ഉപദ്രവിച്ചിടുവോർ, അവർ ഉപദ്രവിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതും ചിലപ്പോൾ ഈ വാനരന്മാരുടെ വേഷത്തിൽ തന്നെ വന്നു എന്നൊക്കെ വരാം. അതുകൊണ്ടാണ് സേനാധിപതികളോട് പ്രത്യേകം പറയുകയാണ്, ശ്രദ്ധിക്കണം. ഏവം അരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു. സന്ധ്യാവന്ദനം കഴിഞ്ഞ് മേവിനാൻ പർവ്വത അഗ്രേ, ഭഗവാൻ പർവ്വതത്തിന്റെ മുകളിൽ പോയി. അവിടെ രഘുനാഥനും വാനരവൃന്ദം, അപ്പൊ താഴെ കിടക്കുന്ന മർക്കടാദികൾ മകരാലയം കണ്ട്, മകരമത്സ്യത്തിന്റെ ആലയമായ ആ സമുദ്രം കണ്ടിട്ട് മാനസേ ഭീതി കലർന്നു മരുവിനാർ. എല്ലാവരും ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മളിങ്ങനെ വലിയ കാര്യം പോലെ എടുത്തു ചാടി പുറപ്പെട്ടു, പക്ഷേ നക്ര ചക്രൗഘ ഭയങ്കരമെത്രയും മുതലകളുടെ കൂട്ടമായിരിക്കും ഇതിൽ. ഇങ്ങനെയുള്ള ഉഗ്രം വരുണാലയം, വരുണൻ സമുദ്രത്തിന്റെ ദേവൻ, അപ്പോൾ വരുണാലയം സമുദ്രം. ഈ സമുദ്രം ഭീമനിസ്വനം, ഘോരമായ തിരമാലകൾ അടിക്കുന്ന ശബ്ദം, അത്യുന്നത തരംഗാഢ്യം, തരംഗങ്ങൾ അങ്ങനെ തിരമാലകൾ ഇങ്ങനെ വന്നടിക്കുകയാണ്. അതുപോലെ അത്രയും അഗാധം. ഇത് ഉത്തരണം ചെയ്വതിന്, ഇത് കടക്കാൻ ആർക്കും സാധ്യമല്ല. ചെയ്വതിനരുതാർക്കുമേ, ഇത് സാധ്യമല്ല. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്ന് എങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു? അപ്പോ ചില വാനരന്മാർക്കെങ്കിലും ഉള്ളിൽ ഒരു ഭയം തോന്നുന്നു, ഇത് അസാധ്യമായ കാര്യമാണെന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. ഇങ്ങനെ ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യാ രാമപാർശ്വേ മരുവിനാർ. കൂടെ ഇരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ആരാണെന്ന സത്യമറിയാത്ത അന്ധന്മാർ, അതായത് ഉള്ളിൽ അജ്ഞാനം കൊണ്ട് അന്ധന്മാരായിട്ടുള്ള അവർ പേടിക്കുകയാണ്. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ഇതേ സമയം ആ പർവ്വതത്തിന്റെ മുകളിൽ കിടക്കുന്ന രാമചന്ദ്രൻ ചന്ദ്രൻ ഉദിച്ചപ്പോൾ വിരഹത്താൽ തപിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പ്രണയികൾക്ക് ചന്ദ്രനെ കാണുമ്പോൾ വലിയ സന്തോഷം. അതായത് പ്രണയികൾ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ സന്തോഷവും, അവർ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ചന്ദ്രനെ കാണുമ്പോൾ അത്യന്തം ദുഃഖവുമാണെന്നാണ് പൊതുവെ പറയുക. അപ്പോൾ ഇവിടെ സാധാരണ മനുഷ്യരെ പോലെ ഭഗവാൻ ഇങ്ങനെ കരയാൻ തുടങ്ങി. ചന്ദ്രമുഖിയെ നിരൂപിച്ച്, സീതയെ നിരൂപിച്ച് രാമനും ദുഃഖം കലർന്ന് വിലാപം തുടങ്ങിനാൻ. ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ, ഇങ്ങനെയല്ലേ നിങ്ങൾ മനുഷ്യർ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ദുഃഖ ഹർഷ ഭയ ക്രോധ ലോഭാദികൾ, സൗഖ്യ മത മോഹ കാമ ജന്മാദികൾ, സാധാരണ മനുഷ്യർക്കുള്ള ഇത്തരം വികാര വിചാരങ്ങളൊന്നും
ഇതൊക്കെ അജ്ഞാനലിംഗത്തിനുള്ളവ. ഈ അജ്ഞാനത്തിൽ വസിക്കുന്ന മനുഷ്യർക്കാണ് ഇതൊക്കെ എങ്ങനെയാണ് സുജ്ഞാനരൂപനായുള്ള ചിദാത്മനി സംഭവിക്കുന്നു. ആ സച്ചിദാനന്ദ സ്വരൂപന് എന്ത് ദുഃഖം? ഒന്നുമില്ല, ഒക്കെ ഒരു അഭിനയം. വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിന. ഈ ദേഹം സത്യമാണെന്ന് വിശ്വസിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ. കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ. പരമാത്മാവിന് എന്ത് സുഖം, എന്ത് ദുഃഖം? സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. എപ്പോഴും ആ പ്രസാദാത്മകമായ മനസ്സോടുകൂടെ ഇരിക്കുന്നവർക്ക് ഇത് രണ്ടുമില്ല. സംപ്രതി നിത്യമാനന്ദമാത്രം പരം. എപ്പോഴും സംപ്രതി എന്നാൽ ഇപ്പോൾ എന്നാൽ അവർക്ക് എപ്പോഴും സന്തോഷമാണ്, ആനന്ദമാണ്. ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ എല്ലാം ഈ ബുദ്ധി, മായയിൽപ്പെട്ട ബുദ്ധിക്ക് ഉണ്ടാകുന്നതാണ് ഈ ദുഃഖമൊക്കെ. മുഖ്യനാം രാമൻ പരാത്മാപരൻ പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്ക് തോന്നും വൃഥ. പരമാത്മസ്വരൂപമായ ആ ഭഗവാൻ മായയിൽപ്പെട്ടവനെ പോലെ അങ്ങനെ ചരിക്കുന്നത് കാണുമ്പോൾ മായയിൽ പെട്ടവർക്ക് തോന്നും ഭഗവാനും ഞങ്ങളെപ്പോലെ ദുഃഖിക്കുകയാണല്ലോ എന്ന്. ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം അത് ഒക്കെ ഓർത്താൽ അബുധന്മാരുടെ മതം. അബുധന്മാർ, ഇവിടെ ഈ ലോകത്തിലിരിക്കുന്ന അജ്ഞാനികൾക്കാണ് ഇങ്ങനെയൊക്കെ ദുഃഖം. ഭഗവാൻ ദുഃഖിച്ചു, ഭഗവാൻ സുഖിച്ചു, ഭഗവാൻ കോപിച്ചു, ഭഗവാൻ അങ്ങനെ ചെയ്തു. ഇതൊക്കെ ഈ അജ്ഞാനികളുടെ ഒരു മതം മാത്രമാണ്. അല്ലാതെ പരമാത്മാവായ ഭഗവാൻ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കാനൊന്നും നമ്മൾ ആരുമല്ല. രാവണാദികളുടെ ആലോചന. ഇവിടെ യുദ്ധത്തിനായി പുറപ്പെട്ടു നിൽക്കുന്ന അതേ സമയം ചാരന്മാരെ വിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് രാവണൻ. അതുകൊണ്ട് തന്നെ അവരെന്താണ് ഇനി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവിടെയും ആലോചന നടക്കുകയാണ്. അക്കഥ നിൽക്ക ദശരഥപുത്രരും അർക്കാത്മജാതികളായ കപികളും വാരാനിധിക്ക് വടക്കേ കരവന്ന് വാരിധി പോലെ പരന്നോരനന്തരം. അപ്പൊ ഇവിടെ കഥ സന്ദർഭം മാറുകയാണ്. അപ്പൊ ഈ കഥ ഇവിടെ നിൽക്കട്ടെ. ശ്രീരാമാദികൾ ആ സമുദ്രത്തിന്റെ വടക്കേ കര വന്ന് നിൽക്കുന്നത് ഇത് അറിഞ്ഞ രാവണനാകട്ടെ ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം. ഈ 3 ലോകത്തെയും പല രീതിയിൽ ജയിച്ച ആളാണ് രാവണൻ. അങ്ങനെ ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ വരുത്തി വിരവോട് മന്ത്രനികേതനം എന്നാൽ കാര്യാലോചന ഗൃഹം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വളരെ സീരിയസ് ആയ കാര്യങ്ങൾ ആലോചിക്കാൻ അതിനായിട്ടൊരു സ്ഥലമുണ്ട്, ഒരു മന്ദിരമുണ്ട്. അവിടെ ചെന്നിട്ട് പുക്കിരുന്നീടിനാൻ. ആതിഥേയ അസുരേന്ദ്രാദികൾക്കും അരുതാത്തൊരു കർമ്മങ്ങൾ, ആതിഥേയന്മാർ ദേവന്മാർക്കും അസുരന്മാർക്കും വന്ന് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഒറ്റയ്ക്ക് വന്ന് മാരുതി ചെയ്തതും ചിന്തിച്ച് നാണിച്ചു രാവണൻ ഓർക്കുമ്പോൾ ആകപ്പാടെ ഒരു നാണക്കേട്. ആ ഒരു വിഷമം മന്ത്രികളോട് കേൾപ്പിച്ചാൻ അവസ്ഥകൾ. എനിക്ക് ആലോചിക്കാൻ വയ്യ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമല്ലല്ലോ. ഇതിപ്പോ ലോകം മുഴുവൻ പാട്ടായിട്ടുണ്ടാകും. ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ ഊക്കോട് വന്നകം പുക്കൊരു വാനരൻ. ആ ഊക്കോടുകൂടെ ഭയം എന്നത് ഇല്ലാതെ വന്ന ആ വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതെ അഴിച്ചാൻ ഉപവനം. എന്നിട്ട് ഈ ഉദ്യാനം മുഴുവൻ അങ്ങനെ അഴിച്ചു പണിത പോലെയായി. അത്രയും നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് നക്തഞ്ചരന്മാരെയും വധിച്ച് എന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്ന് ലങ്കയും ചുട്ടുപൊട്ടിച്ച് സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ. ആ ഹനുമാൻ ഇതൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് ചെയ്തത്. സ്വസ്ഥനായിപ്പോയി. അതാണ്, ഹനുമാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം. എനിക്കത് ആലോചിക്കുമ്പോഴേ അകപ്പാടെ ഒരു വിഷമം.
ഇനി ഇപ്പോഴിതാ ഞാൻ കേട്ടിരിക്കുന്നു, കപികുലസേനയും രാമനും അബ്ധിതൻ ഉത്തരതീരെ മരുവുന്നോർ. അവർ യുദ്ധത്തിന് പുറപ്പെട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ ആ സമുദ്രത്തിന്റെ വടക്കേ കരയിൽ അവിടെ തമ്പടിച്ചിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് കർത്തവ്യമെന്ത് നമ്മാൽ ഇനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. ഇനി നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത് പറയുക. മന്ത്രി വിശാരദന്മാർ, മന്ത്രി എന്ന് പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ വളരെ ഗ്രഹിച്ചിട്ട്, നന്നായി ഗ്രഹിച്ചിട്ട് രാജാവിനെ അറിയിക്കുന്നയാളാണ്. അതാണ് മന്ത്രിക്കുക എന്നാൽ കാര്യവിചാരം ചെയ്യുക. അങ്ങനെ അതിനുള്ള വിശാരദന്മാരാണ് നിങ്ങളൊക്കെ, അതിൽ സമർത്ഥരാണ്. നിങ്ങൾ എന്നുടെ മന്ത്രികൾ. നിങ്ങൾ ചൊന്നത് കേട്ടത് മൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം. ഇതുവരെ നിങ്ങളൊക്കെ പറഞ്ഞത് കേട്ട് നടന്നതിനാൽ എനിക്ക് ഇതുവരെ ഒരു ആപത്തും വന്നിട്ടില്ല. അതുകൊണ്ട് മമഹിതം നന്നായി വിചാരിച്ച് ചൊല്ലുവിൻ. നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് എനിക്ക് ഹിതമായിട്ടുള്ള കാര്യം അത് ചൊല്ലുക, വൈകാതെ. അത് എത്രയും പെട്ടെന്ന് വേണം. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എൻ്റെ കണ്ണുകളാണ്. നിങ്ങളിലൂടെയാണ് ഞാൻ ഈ ലോകത്തെ കാണുന്നത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് അചഞ്ചലം. എന്നിൽ അത്രയും സ്നേഹമുള്ളത് കൊണ്ട് എനിക്ക് നല്ലതായിട്ടുള്ള കാര്യം മാത്രമേ പറയാവുള്ളൂ. ഇനി ഒരു നീതിജ്ഞനാണ് രാവണൻ എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ ശരിക്കും എങ്ങനെയാണ് ഒരു കാര്യങ്ങൾ വിചാരം ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. ഉത്തമം മധ്യമം പിന്നേത് അധമവും ഇത്തം ത്രിവിധമായുള്ളൂ വിചാരവും. പൊതുവെ ഈ ലോകത്തിൽ 3 തരത്തിലാണ് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വിചാരിച്ചൊരു തീരുമാനത്തിലെത്തുന്നത്. അത് ഉത്തമം, പിന്നൊന്ന് മധ്യമം, പിന്നേത് അധമം. ഇതിലേതാണ് ഉത്തമം എന്ന് പറയുകയാണ്. സാധ്യമിതം ഇതം ദുസ്സാധ്യമാം ഇതം സാധ്യമല്ലെന്നുള്ള 3 പക്ഷങ്ങളും. ഒന്ന് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം, ഇത് നടക്കും, അതാണ് സാധ്യം. ഇനി മറ്റൊന്ന് ഇതം ദുസ്സാധ്യം, ഇത് നടക്കും പക്ഷെ നന്നായിട്ട് വിയർക്കേണ്ടി വരും എന്ന് പറയില്ല, അങ്ങനെ ബുദ്ധിമുട്ടിയാൽ ഒരു പക്ഷേ നടക്കും, അതാണ് ദുസ്സാധ്യം. ഇനി മറ്റൊന്ന് അസാധ്യം, ഒരു തരത്തിലും രക്ഷയേ ഇല്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അതാണ് സാധ്യമല്ല, അസാധ്യമാണത്. ഇങ്ങനെയാണ് 3 പക്ഷങ്ങൾ. ഇത് കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒന്ന് കേട്ടിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇത് കൊള്ളാം, അതാണ് വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും. മുതാ തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്ത് സമ്മതം മാമകം നന്നു നന്നീദൃശം. ഇങ്ങനെ നിങ്ങൾ അന്യോന്യം കാര്യങ്ങൾ വിചാരം ചെയ്ത് ഒരു കാര്യം അത് എനിക്ക് സമ്മതമാണ് എന്ന രീതിയിൽ നിങ്ങൾ അത് അവതരിപ്പിക്കണം. അങ്ങനെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് എന്നുറച്ച് ഒന്നിച്ച് കൽപ്പിച്ചാൽ അതാണ് ഉത്തമം കാര്യം, അതാണ് ഉത്തമം. അതായത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഐക്യകണ്ഠേന ഒരു തീരുമാനത്തിലെത്തുക, അത് ഉത്തമമായ കാര്യം. പിന്നെ രണ്ടാമത് മധ്യമം, അത് ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞ് ഊനങ്ങളുള്ളത് തീരുവാനായി. അപ്പൊ എല്ലാവരും അഭിപ്രായം പറയണം. അങ്ങനെ പറയുമ്പോൾ അതിലൊരു ഊനം, എന്തെങ്കിലും ഒരു കുറവ് കാണുമ്പോൾ അത് മറ്റുള്ളവർ അതിനെ തിരുത്തി കൊടുക്കണം. അങ്ങനെ പറഞ്ഞ ഊനങ്ങളുള്ളത് തീരുവാനായി പ്രതിപാദിച്ചനന്തരം, അതായത് വിട്ടുവീഴ്ചകൾ ചെയ്യണം, വെറുതെ തർക്കിക്കാതെ വിട്ടുവീഴ്ചകൾ ചെയ്ത് ശരി അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിനെ സമർത്ഥിക്കുന്നയാൾ അതിനെക്കുറിച്ചുള്ള ശരിയായ ഒരു വിവരണം കൊടുക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ എന്താണ് ഗുണം, അപ്പോൾ അങ്ങനെ ചെയ്താലുള്ള ദോഷത്തെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പരസ്പരം വിചാരം ചെയ്ത് എന്നിട്ട് നല്ലതിത് എന്ന് ഐക്യമത്യമായേവരും ഉള്ളിലുറച്ച് കൽപ്പിച്ചു പിരിവത്. എന്നിട്ട് ചർച്ച ചെയ്ത് അവസാനം ഒരു തീരുമാനത്തിലെത്തിയാൽ അത് മധ്യമമായുള്ള മന്ത്രം, അതാണ് മധ്യമം. അതായത് ഒറ്റ കേൾവിയിൽ എല്ലാവർക്കും സമ്മതമല്ല, എന്നാൽ ചിലവർക്ക് സമ്മതം, ചിലവർക്ക് അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളും പോരായ്മകളും പറയുക, എന്നാൽ അവസാനം ഒറ്റ തീരുമാനത്തിലെത്തണം, അതാണ് മധ്യമം.
എന്നാൽ മൂന്നാമത് അതെന്നിയെ ചിത്താഭിമാനേന, അതായത് ഞാൻ പറഞ്ഞത് തന്നെ ശരി എന്നിങ്ങനെ പിടിവാശി പിടിച്ച്, പിടിവാശിയിൽ താൻ പറഞ്ഞത് സാധിപ്പതിന് ദുസ്തർക്കം, അതിന് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അത് അവസാനം തർക്കത്തിലെത്തുക. തർക്കം പറഞ്ഞത് ബാധിച്ച് മറ്റേവനും പറഞ്ഞ് ഈർഷ്യ, അത് കേട്ടിട്ട് മറ്റുള്ളവർ അതിനും മുകളിൽ അതിനോട് ഈർഷ്യയോടെ സംസാരിച്ച് അവസാനം കാലുഷ്യ ചേതസ, കൽപ്പിച്ചുകൂടാതെ ഒരു തീരുമാനത്തിലും എത്താതെ കാലവും ദീർഘമായിടും. ഇങ്ങനെ വെറുതെ സമയം കളയുക, അങ്ങനെ പരസ്പരം നിന്ദയും പൂണ്ട് പിരിയുന്ന, ഒരു തീരുമാനത്തിലും എത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ദിച്ച് നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ ആർക്കും വിലയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു തീരുമാനവും ആകാതെ പിരിയുന്ന മന്ത്രമോ ആ കാര്യമാകട്ടെ നിന്ദ്യമായുള്ളോന്ന് അധമമെത്രയും. ഇതാണ് അധമമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ കാര്യങ്ങളെന്ന് രാവണൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് എനിക്കിവിടെ വേണ്ടത് ഉത്തമമായ കാര്യമാണ്. അതാണ് പറയുന്നത്, എന്നാൽ ഇവിടെ നമുക്കെന്ത് നല്ലതെന്ന് ഒന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നത് കേട്ടളവ് ഇംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ. ഇങ്ങനെ രാവണൻ വല്ലാതെ പേടിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആ രാവണന്റെ ഇംഗിതജ്ഞന്മാരായിട്ടുള്ള നിശാചരർ ഇങ്ങനെ പറയുകയാണ്, നന്നെത്രയും ഓർത്തോളം ഉള്ളിലിത് ഇന്നൊരു കാര്യവിചാരമുണ്ടായതും ഇങ്ങനെയൊരു ചർച്ച ഉണ്ടായത് തന്നെ ഞങ്ങൾക്ക് അത്ഭുതമാണ്. കാരണം പൊതുവെ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. രാവണൻ പറഞ്ഞാൽ പറഞ്ഞതാണ്, ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ചെയ്തിരിക്കും. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്ന് ഒരാകുലമെന്ത് ഭവിച്ചതു മാനസേ, ഇതെന്ത് പറ്റി? ലോകം മുഴുവൻ ജയിച്ച ആളാണ് നിങ്ങൾ, എന്നിട്ട് ഇന്നെന്താണിത്? അതും മർത്യനാം രാമങ്കൽ നിന്ന്, ഒരു മനുഷ്യനായിട്ടുള്ള രാമനിൽ നിന്ന് ഭയം തവ ചിത്തെ ഭവിച്ചതും എത്രയും അത്ഭുതം. കാരണം അങ്ങ് എത്രയോ ദേവന്മാരെ ജയിച്ചയാളാണ്. അതാണ് വൃത്രാരിയായിട്ടുള്ള ദേവേന്ദ്രനെ പുരാ യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വ, അവനെ പിടിച്ചുകെട്ടി വിനിക്ഷിപ്യ, ഇവിടെ ഈ ലങ്കയിൽ കൊണ്ടുവന്നിട്ട് പത്തനെ ഇവിടുത്തെ നഗരത്തിൽ സത്വരം കെട്ടിയിട്ടു. ഒരിക്കൽ ജയിച്ചു കൊണ്ടുവന്നു. അത് ഇന്ദ്രജിത്താണ്. ഇന്ദ്രജിത്ത് ദേവേന്ദ്രനെ ദേവലോകത്ത് നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ലങ്കയിൽ കെട്ടിയിട്ടു. അങ്ങനെ വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിനാഥൻ അതോർക്ക നീ. അപ്പോ രാവണ, നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മകനും വീരശൂര പരാക്രമിയാണ്. അപ്പോൾ അങ്ങനെ ഒരു മകനുള്ള നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്, ആശങ്കപ്പെടുന്നത്? ഇനി അങ്ങോ വിത്തേശനെ കുബേരനെ പുരാ യുദ്ധമധ്യേ ഭവാൻ ജിത്വാ, ജയിച്ചിട്ട് ജിതശ്രമം വളരെ പെട്ടെന്ന് പോരും ദശാന്തരെ, അങ്ങനെ ആ യുദ്ധം ജയിച്ച് അങ്ങനെയാണ് അങ്ങേക്ക് പുഷ്പകമായ വിമാനം ഗ്രഹിച്ചത്. അങ്ങനെയാണ് അങ്ങേക്ക് പുഷ്പക വിമാനം ലഭിച്ചത്. അതും അത്ഭുതം എത്രയും ഓർത്ത് കണ്ടോളവും. ഇതൊന്നും ഓർമ്മയില്ലേ അങ്ങേക്ക്? കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ? കാലനെ പോലും ജയിച്ച ആളാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവൂ? അങ്ങേക്ക് എന്താണ്, യമദണ്ഡത്തിനോട് പോലും അങ്ങേക്ക് ഭയമുണ്ടോ? ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം അങ്ങ് കാലനെ ജയിച്ചയാളാണ്. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചില്ലയോ ഭവാൻ? വരുണദേവനെ ഹുങ്കാരമാത്രേണ, ഒരു ശബ്ദം കൊണ്ടു മാത്രം അങ്ങ് യുദ്ധത്തിൽ ജയിച്ചിട്ടുണ്ട്. പിന്നെ ഇനി മറ്റുള്ള ദേവകളെ പറയണമോ? ഇതൊക്കെയാണ് പൊതുവെ വീരശൂര പരാക്രമികളായ ദേവന്മാർ. ഇവരെ പോലും ജയിച്ച അങ്ങയെ അങ്ങ് എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ പേടിക്കുന്നത്? പറ്റലർ ആര് മറ്റുള്ളത്? പറ്റലർ എന്നാൽ ശത്രുക്കൾ. അങ്ങക്ക് ആരാണ് ഈ ലോകത്ത് ശത്രുക്കൾ ഉള്ളത്? ചൊല്ലു നീ. പിന്നെ മയനാം മഹാസുരൻ പേടിച്ച് കന്യകാരത്നത്തെ നൽകിയില്ലയോ തവ? അങ്ങയുടെ ഭാര്യയായ മണ്ഡോദരിയുടെ അച്ഛൻ മയാസുരൻ അങ്ങയെ പേടിച്ചാണല്ലോ മകളെ അങ്ങേക്ക് കല്യാണം കഴിച്ചു തന്നത്.
ഇനി ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു. എല്ലാ അസുരന്മാരും അങ്ങേക്ക് കരം തരുന്നു അങ്ങയെ പേടിച്ചിട്ട്. മാനവന്മാരെ കൊണ്ട് എന്ത് ചൊല്ലേണമോ? ഇത്രയും ആളുകൾ അങ്ങേക്ക് അധീനരായിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ അങ്ങ് എന്തിനാണ് പേടിക്കുന്നത്? ഇനി അതൊക്കെ പോട്ടെ, സാക്ഷാൽ ശിവനെ കൈലാസ ശൈലം ഇളക്കിയെടുത്തുടൻ ആലോലം അമ്മാനമാടിയ കാരണം. ഒരിക്കൽ ഇങ്ങനെ ജൈത്രയാത്ര നടന്നുകൊണ്ടിരിക്കെ നന്ദികേശ്വരൻ തടഞ്ഞു. നന്ദികേശ്വരൻ തടഞ്ഞപ്പോൾ നന്ദികേശ്വരനെ ഭയപ്പെടുത്താനും കൂടിയിട്ട് നിന്റെ സ്വാമിയെ പോലും ഞാനിപ്പോൾ വിറപ്പിക്കും എന്ന രീതിയിൽ ആ കൈലാസം എടുത്ത് ഇങ്ങനെ അമ്മാനമാടി. പക്ഷെ അവിടെ പരാജയപ്പെട്ടു. അങ്ങനെ ശിവൻ കോപിച്ചിട്ട് ആ തന്റെ പെരുവിരൽ കൊണ്ട് കൈലാസത്തെ ഒന്ന് അമർത്തിയപ്പോൾ രാവണന്റെ കൈ ചതഞ്ഞരഞ്ഞുപോയി. അവസാനം അവിടെ തന്ത്രമൊന്നു മാറ്റി. ഭഗവാനെ പ്രസാദിപ്പിക്കുക മാത്രമേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് 1000 വർഷം തപസ് ചെയ്തു. അങ്ങനെയാണ് ഒരു വലിയൊരു ശിവഭക്തനൊക്കെ ആയ രാവണന് കാലാരി ശിവൻ ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ? താങ്കളുടെ തപസ്സിൽ പ്രീതനായിട്ട് പരമശിവൻ തന്നതാണല്ലോ ചന്ദ്രഹാസം എന്ന വാൾ, അത് മതിയല്ലോ ശത്രുക്കളെ ഒടുക്കാൻ. പിന്നെ എന്തിനാണ് ഇതൊക്കെ ഉണ്ടായിട്ടും മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതെ? ഇനി എന്ത് കാരണം ഇങ്ങനെ വിഷമിക്കാൻ? ത്രൈലോക്യവാസികളെല്ലാം ഭവത് ബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. ശരിയാണ്, നമ്മളെ പോലുള്ള വീരന്മാർ ഇവിടെ ഉണ്ടായിട്ട് മാരുതി ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്തത് നാണക്കേട് തന്നെയാണ്. പക്ഷേ സത്യത്തിൽ അതൊക്കെ നാം ഒന്ന് ഉപേക്ഷിക്ക കാരണാൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് സത്യം. നമ്മളത് ഉപേക്ഷിച്ചു, വലിയ ശ്രദ്ധ കൊടുത്തില്ല. അവൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് എന്നൊരു ഉപേക്ഷ കാണിച്ചു. സത്യത്തിൽ അതുകൊണ്ടാണ് മാരുതി ഇത്രയും പരാക്രമങ്ങൾ ഇവിടെ ചെയ്തത്. അല്ലാതെ മാരുതിയുടെ ആ ബലം കൊണ്ടല്ല എന്നാണ് ഇവർ സ്വയം വിശ്വസിക്കുകയാണ്. അതാണ് നാം ഒന്ന് ഉപേക്ഷിക്ക കാരണാൽ ഏതും ഒരാമയം എന്നിയെ. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ ഹനുമാൻ ഇതൊക്കെ ചെയ്ത് പൊയ്ക്കൊണ്ടതും അവൻ. അതേസമയം ഞങ്ങൾ ആരാനും അറിഞ്ഞാകിൽ എന്നുമേ അവൻ ജീവനോടെ പോകയില്ലല്ലോ. ഞങ്ങൾ അറിയാതെ പോയി. ഇവരെവിടെ ആയിരുന്നോ ആവോ അറിയില്ല. എന്തായാലും ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ജീവനോടെ പോവുകയില്ലായിരുന്നു. ഒരു പക്ഷേ തന്ത്രജ്ഞരായ മന്ത്രിമാരുടെ രാജാവിനോടുള്ള ഒരു ഹിതോപദേശത്തിന്റെ ഒരു ഭാഗമായിരിക്കാം അത്. രാജാവിനെ ഒന്ന് പ്രചോദിപ്പിക്കണം. രാജാവിന്റെ ആ ഒരു മഹത്വം സ്വയം ഒന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിരിക്കാം. അങ്ങനെ അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ, ഈ മന്ത്രിമാർ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ യുദ്ധം ദശമുഖനോട് അറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. ഓരോ മന്ത്രിമാരും പ്രതിജ്ഞ ചെയ്തു. മാനമോടിന്നിനി ഞങ്ങളിൽ ഏകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ. അപ്പൊ ഇവിടെ മന്ത്രിമാർ പറയുകയാണ്, അങ്ങ് ഞങ്ങളെ ആരെങ്കിലും വിശ്വസിച്ച് അയക്കുകയാണെങ്കിൽ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ, വാനരജാതിയും ഇല്ലെന്നതും വരും. പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട, പിന്നെ ഇവിടെ ഈ ലോകത്ത് മനുഷ്യരേ ഉണ്ടാവില്ല, വാനരജാതിയും ഉണ്ടാവില്ല. ഞങ്ങളെങ്ങാനും പോയാൽ ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും എത്രയും പാരമിളപ്പം. ഇതൊക്കെ എത്ര എളുപ്പമാണ്. ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് വളരെ എളുപ്പം ഇതിനൊരു തീരുമാനത്തിലെത്താം എന്ന് നമുക്കതും ഉൾത്താരിലോർ തരുളേണം ജഗത് പ്രഭോ. അപ്പൊ എന്താ വേണ്ടത് എന്ന് നമുക്ക് വളരെ എളുപ്പം അത് നിശ്ചയിക്കാൻ സാധിക്കും. നക്തഞ്ചരവരർ യുദ്ധം പറഞ്ഞ അളവ് ഉൾതാപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. മന്ത്രിമാരുടെ ഈ ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ രാവണന് മനസ്സിൽ കുറച്ചൊരു ധൈര്യമൊക്കെ വന്നു. ആ ഉള്ളിലെ ഭയമൊക്കെ കുറച്ച് കുറഞ്ഞു. ഓം ശ്രീരാമചന്ദ്രായ നമഃ.